ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഇർഫാൻ. ഞാൻ ഇന്നത്തെ വീഡിയോ ആയി വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഒരു വീഡിയോ ട്രാൻസ്ഫോമറിൻ്റെ. നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളുടെ ബാക്കിൽ ഒരു ലോഗോ ഡിസൈൻ, അതായത് ഒരു 3D മോഡൽ രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾക്കാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്ന കാണാറ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതും അതേ കറക്റ്റ് ഷാർപ്പ് അളവിൽ എങ്ങനെയാണ് അത് വരയ്ക്കേണ്ടതും എന്നുള്ള കുറച്ച് ട്രിക്സും ഇതെങ്ങനെയാണ് ചെയ്യുന്ന ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ തൊട്ടടുത്ത് വീഡിയോ കാണും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാടായ മുഴപ്പിലങ്ങാടാണ്. നിങ്ങൾക്കറിയാലോ, തലശ്ശേരിയുടെ ഹൃദയഭാഗമായ നമ്മുടെ മുഴപ്പിലങ്ങാട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അതെന്തായാലും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ടാണ് മുനാഫ്. അപ്പോൾ മുനാഫ ഒന്ന് കാണിച്ചു കൊടുത്താൽ. ഇതാണ് നമ്മുടെ പുതുതായിട്ട് ഉണ്ടാക്കിയ സാധനം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കിടിലം വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ ട്രിക്സും പുതിയ വെറൈറ്റി വീഡിയോസും കാണാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എൻ്റെ അടുത്ത വീഡിയോ ഒരു നമ്പർ പ്ലേറ്റ്. ഈ വീഡിയോ കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനകം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിപ്പോൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ മേക്കിങ്ങിലോട്ട് പോവാം. ഇതായി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ഗ്രിഡ് ലൈൻ ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നമുക്ക് വേണ്ടുന്നത്രയും ഗ്രിഡ് ലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതേപടി നമ്മളൊരു 4x ഷീറ്റിലോട്ട്, 4x എന്ന് പറയും, ഫോം ഷീറ്റ് എന്ന് പറയും, ഒരു 4x ഷീറ്റിലോട്ട് ഇതുപോലെ വരയ്ക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കറക്റ്റ് ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറാൻ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേ കറക്റ്റ് ഷാർപ്പ് അളവിൽ വരയ്ക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. കാണുന്നില്ലേ, ഇതുണ്ടോ? ഇതേപോലെ കറക്റ്റ് ക്രോസ് ഇടുക. റെഡ് ലൈൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ വരയ്ക്കേണ്ടത് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. അളവ് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗങ്ങൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക.
ലോഗോ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ഈ വീഡിയോയുടെ താഴ്ഭാഗത്ത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. മിനിയേച്ചറിൻ്റെ വീഡിയോസ് ഉണ്ടാകും, പിന്നെ വെറൈറ്റി ഇങ്ങനത്തെ ഓരോ വെറൈറ്റി സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റൂ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, കാരണം ഇതുപോലുള്ള ചെറിയ സംഭവങ്ങൾ മറ്റുള്ളവർക്ക് വലിയ സംഭവമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.